ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ ഇന്ന് പാലക്കാട് വ്യവസായികളുമായും പൗരപ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥയിലാണ് കൂടിക്കാഴ്ച. കേരളത്തിന്റെയും പാലക്കാടിന്റെ വികസനം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ചയാകും. പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് കേന്ദ്ര സർക്കാർ 3806 കോടി രൂപ അനുവദിച്ച സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച നടക്കുന്നതെന്ന് ശ്രദ്ധേയമാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വ്യവസായികളെല്ലാം തന്നെ ഇത് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്നുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ശ്രീ ജെ.പി. നദ്ദ വ്യവസായികളുമായും പൗരപ്രമുഖരുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പാലക്കാട് ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ ജില്ലയിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പൗരപ്രമുഖരുമായും വ്യവസായ പ്രമുഖരുമായിട്ടുമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും പാലക്കാടിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും വികസനം ചർച്ചയാവും എന്നുള്ളതാണ് ബി.ജെ.പി. വൃത്തങ്ങൾ പറയുന്നത്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് കേന്ദ്ര സർക്കാർ 3806 കോടി രൂപ അനുവദിച്ചത്. ഇത് വലിയ പ്രതീക്ഷയോടുകൂടെയാണ് വ്യവസായ ലോകം കാണുന്നത്. നിരവധി വ്യവസായങ്ങൾ പാലക്കാട്ടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. മാത്രമല്ല 51,000-ഓളം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുമെന്ന് ഉൾപ്പെടെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരു സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനും കൂടെ ജെ.പി. നദ്ദ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹവുമായി കൂടുതൽ വികസന സ്വപ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരിക്കും ഈ പൗരപ്രമുഖരാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് വ്യവസായ പ്രമുഖരാണെങ്കിലും ഒക്കെ അവരുടെ ആ ഒരു വിഷനുകളും മറ്റും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായ കേന്ദ്രമന്ത്രിയായ ജെ.പി. നദ്ദയെ ധരിപ്പിക്കും. ഒപ്പം തന്നെ പാലക്കാട്ടെ എയിംസ് വേണം എന്നുള്ളൊരു ആവശ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. കേരളത്തിന് എയിംസ് അനുവദിക്കുമ്പോൾ അത് പാലക്കാട് ആവുകയാണെങ്കിൽ വലിയ ഗുണം ചെയ്യും. പാലക്കാട് ആകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് ഉൾപ്പെടെ അത് വലിയ ഗുണം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളും അദ്ദേഹത്തോട് ആവശ്യപ്പെടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്.